ഹായ്, നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയും. സ്വാഗതം. എന്നോട് എല്ലാവരും പറയും. സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. ടിങ്കു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ടിങ്കുവിന് പറയാനുള്ളത് എന്താന്ന് കേൾക്കാം. അപ്പൊ ടിങ്കുവിന് ബിരിയാണി വേണമല്ലോ. ടിങ്കുവിന് ബിരിയാണി വേണമെങ്കിൽ ഞാൻ ഒറ്റ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ടിങ്കു സ്വന്തമായിട്ട് ബിരിയാണിയുടെ മെനു വായിക്കണം. അപ്പോ ടിങ്കുവിന് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പോ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ടിങ്കുവിന് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ മലയാളം വായിക്കാറാത്തതുകൊണ്ട് ടിങ്കുവിന് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് മെനു വായിച്ച ബിരിയാണി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ സ്വന്തമായിട്ട് വായിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് വേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, അല്ലാത്ത കാര്യങ്ങൾക്ക് കമന്റ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ മലയാളം വായിക്കാനും എഴുതാനും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വീഡിയോകൾക്ക് താഴെ കമന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എന്നോടല്ല, അവിടെ പറയും. ഓക്കെ, ചെയ്യണം. അപ്പൊ എല്ലാവരും തയ്യാറായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കണം. അപ്പൊ നാളെ മുതൽ നമ്മുടെ അക്ഷരങ്ങൾ തുടങ്ങും, നമ്മൾ പഠിച്ചു തുടങ്ങും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരുകൾ കമന്റ് ചെയ്യുക. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഈ ബിരിയാണി അതിന് ശേഷം വാങ്ങി കൊടുക്കാം. തൊള്ള തുറന്നിട്ട് കാര്യമില്ല, കിട്ടൂല. അടങ്ങി മൂക്ക് വായിച്ചാൽ വാങ്ങിക്കൊടുത്താ പോരെ? എന്താ നിങ്ങളെ അഭിപ്രായം? മുണ്ടല്ലേ. ഞാൻ ഇതൊന്ന് സോൾവ് ആക്കട്ടെ. ഓക്കെ, അപ്പൊ നാളത്തെ എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.